ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ് ബോക്സിങ്ങിൽ പഠിച്ചത്. അതിന്റെ കൂടെ പഞ്ചും കൂടെ, ജാബ്, ക്രോസ് എന്നിങ്ങനെയുള്ള പഞ്ച് നമ്മൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫോർവേഡ് മൂവ്മെന്റിന്റെ കൂടെ ജാബും ക്രോസും കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മള് ഫോർവേഡ് ചെയ്യുന്ന ലെഗ്, അതായത് നിങ്ങൾ ഫോർവേഡ് മൂവ്മെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ ലെഗാണ് ഫസ്റ്റ് വെക്കുക, അതായത് ഫ്രണ്ടിലെ ലെഗിനെയാണ് നമ്മൾ ആദ്യം എടുത്ത് വെക്കുക. ആ ലെഗിന്റെ കൂടെ ജാബ് എന്ന പഞ്ച് നമ്മൾ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടാവും? 1. ഇനി നമ്മുടെ അടുത്ത പഞ്ച് എന്ന് പറയുന്നത് 2, ക്രോസ്. ക്രോസ് എന്ന പഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന്റെ കൂടെ നമ്മുടെ ബാക്കിലെ ലെഗ്, റൈറ്റ് ലെഗും കൂടെ നമ്മൾ എടുത്ത് വെക്കണം. അതിന്റെ ഒപ്പം എന്ത് വേണം? നമ്മുടെ ആദ്യം ചെയ്തിരിക്കുന്ന പഞ്ചിനെ തിരിച്ച് ഗാർഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. ഫ്രണ്ടിലെ ലെഗ് വെക്കുന്ന സമയത്ത് വേണം ജാബ് എന്ന പഞ്ച് ചെയ്യാൻ. ഇനി ബാക്കിലെ ലെഗ് ഫ്രണ്ടിലേക്ക് വെക്കുകയും അതിനൊപ്പം ക്രോസ് എന്ന പഞ്ചും തിരിച്ച് നമ്മൾ ചെയ്ത പഞ്ചിനെ ഗാർഡിലേക്ക് കൊണ്ടുവരും വേണം. ഇതില് ചില ആളുകൾ പഞ്ച് ചെയ്യുമ്പോ ഈ കാലിന് എങ്ങനെയാണ് വെക്കുക എന്ന് വെച്ചാൽ 1, 2 ഇതിൽ ഞാൻ എന്താണ്, എന്റെ റൈറ്റ് ലെഗിനെ വലിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വലിക്കുകയല്ല വേണ്ടത്, കാലിനെ എടുത്ത് വെക്കണം. 1, 2 ആൻഡ് ഹിപ്പ് റൊട്ടേഷൻ, നമ്മളെ ആംഗിൾ റൊട്ടേഷൻ കാര്യങ്ങളെല്ലാം അതിൽ വരണം. 1, 2 ഇത്തരത്തിലാണ് നമ്മൾ 1, 2 എന്ന കോമ്പിനേഷൻ ഫോർവേഡ് ചെയ്യാം. ഇത് ഒരു ശ്രേണി ആയിട്ട് കണ്ടിന്യൂ ആയി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ തന്നെ നോക്കുക. 1, 2 again 1, 2 again 1, 2 1, 2 one more time. 1, 2 ഇത്തരത്തിൽ വേണം നിങ്ങൾ ഫോർവേഡ് മൂവ്മെന്റിൽ ജാബ് ആൻഡ് ക്രോസ് ഈ 2 പഞ്ചുകളും യൂസ് ചെയ്യാം. ഇതിനെ ഫാസ്റ്റ് ആയി ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് വേണം? ബോക്സിംഗ് പ്രാക്ടീസ് മാത്രം പോരാ, അതിന്റെ കൂടെ കുറച്ച് ഗ്രൗണ്ട് ഡ്രിൽസും കൂടെ ചെയ്യണം. അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നോർമൽ ആവുന്ന ബർപ്പീസ് കാര്യങ്ങൾ, ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ ഏതൊക്കെയാണോ അത്തരത്തിലുള്ള വർക്കൗട്ടുകളെല്ലാം ചെയ്ത് നിങ്ങളുടെ ടോട്ടൽ എൻഡ്യൂറൻസ്, സ്ട്രെങ്ത് എല്ലാം നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കൂടുതൽ സമയം നിങ്ങൾക്ക് ഒരു റിങ്ങിൽ നിങ്ങൾ ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫൈറ്റിൽ നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആയിരിക്കണം. അതിന് ഗ്രൗണ്ട് ട്രെയിനിങ് കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യും.